മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണറാക്കി ഗസയിൽ പുതിയ സർക്കാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം പ്രബലമായിരിക്കുകയാണ്. അമേരിക്കയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഏറെക്കുറെ ഇതിന് ഒരു രൂപമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇടക്കാല സർക്കാർ 5 വർഷത്തെ കാലാവധി കണക്കാക്കിയിട്ട് ഈ ടോണി ബ്ലെയറുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഗവർണറായിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആദ്യഘട്ടത്തിൽ ആസൂത്രണം ചെയ്യുന്നത്. തുർക്കി, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഈ മേഖലയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് പോംവഴികളൊന്നും ഇല്ല എന്നുള്ളതും ഈ ഒരു പരീക്ഷണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് ഇത് പുറത്തു വന്നിരിക്കുകയാണ്. ഫലസ്തീൻ അതോറിറ്റിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അഡ്മിനിസ്ട്രേഷൻ ഭരണം എന്നാണ് അതിന് പറയപ്പെട്ട. ബ്രിട്ടൻ മുൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഈ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള വിമർശനവും പുറത്തു വന്നിരിക്കുകയാണ്. ടോണി ബ്ലെയറെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും അയാൾ ഒരു ഒറ്റുകാരനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഈ ട്രംപിൻ്റെ പാവയായിട്ടും നിഴലായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്, ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് എന്നതിനാൽ ഈ മേഖലയിൽ സമാധാനമായിരിക്കുന്ന ഒരു പ്രഭാതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോണി ബ്ലെയറിന് സാധിക്കുകയില്ല എന്നുള്ള വിമർശനം ഉയർന്നു വന്നു. അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 2003 സദ്ദാം ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം, അമേരിക്കയും ഇറാഖും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയിരിക്കുന്ന ആ കാലഘട്ടം, അന്ന് UN സഭയെ തെറ്റിദ്ധരിപ്പിച്ച വ്യക്തിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. അന്ന് അദ്ദേഹം UN സഭയോട് പറഞ്ഞിരിക്കുന്നത് കൂട്ട നശീകരണ ആയുധ ശേഖരം ഇറാഖിൻ്റെ പല മേഖലകളിലും സദ്ദാം ഹുസൈൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ആ രാജ്യത്തിനും തൊട്ടടുത്ത രാജ്യത്തിനും പോലും അപകടകരമാണ്. മാനവ നശീകരണ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന ഒരു ഭരണാധികാരി ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നീക്കം ചെയ്യണം. അതിന് കൃത്യമായിരിക്കുന്ന തെളിവുകളും ഇതേക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന അറിവും തങ്ങൾക്കുണ്ട് എന്ന് UN സഭയെ തെറ്റിദ്ധരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്ന് പറയുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞു സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റതിന് ശേഷം അവസാനം ടോണി ബ്ലെയർ സോറി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിച്ചു. മാപ്പ് പറഞ്ഞു, ഞങ്ങൾ ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, അന്വേഷണ റിപ്പോർട്ട് അത്ര ഉചിതമല്ല എന്ന രീതിയിൽ. അപ്പോഴത്തിനും ആയിരക്കണക്കിന് ഇറാഖികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭരണം അട്ടിമറിഞ്ഞിട്ടുണ്ട്, സാമ്പത്തികപരമായി സ്വരൂപിക്കപ്പെട്ട സർക്കാരിൻ്റെ സർവ്വസമ്പത്തും അമേരിക്ക അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങൾ അതുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ പാവ സർക്കാർ ഗസയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള വിമർശനം ഗസയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നു. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഹമാസ് പ്രതികരിച്ചു. സുരക്ഷയ്ക്കായി അറബ് സൈനികരെ നിയമിക്കുക, കുറച്ച് പലസ്തീനികളെ അതിൽ കൂടി ഉൾപ്പെടുത്തുക, എന്നിട്ട് ഘട്ടം ഘട്ടമായ രീതിയിൽ അതിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതൃത്വത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കേണ്ട ഒരു വിഷയം ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, പിന്നെന്തിനാ പുതിയൊരു അംഗീകാരം എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതിന് ബാൽഫർ ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചയിൽ വന്നു. 1917 ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഫലസ്തീനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ബ്രിട്ടൻ്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി അവിടെ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫലസ്തീൻ രാജ്യത്ത് യഹൂദർക്ക് രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അനുവാദം നൽകുന്നു. 2-3 വരികൾ മാത്രം അവസാനിക്കുന്ന ഒരു ഡിക്ലറേഷനാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന ആരാണെന്നറിയോ? ബ്രിട്ടനാണ്. എന്നാലും പരാമർശം എന്താ? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥാപിക്കുക. അങ്ങനെ ആ സമയത്ത് എന്താ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ഒരു ഫലസ്തീൻ രാജ്യമുണ്ട് എന്ന് തന്നെയാണ്. പിന്നീട് ഫലസ്തീൻ രാജ്യം എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്ന പരാമർശം ഇതിൽ വന്നു. 1947 UN സഭയിലെ UN റെസൊല്യൂഷനിൽ ഈ ഭാഗം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഫലസ്തീനികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ആത്യന്തികമായി ആവശ്യമായി വന്നിരിക്കുന്നു. അവിടെ പരാമർശം എന്താണ്? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അവർക്ക്, അതായത് ഫലസ്തീനികൾക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാത്ത തരത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയും 2 രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുക. UN റെസൊല്യൂഷൻ വളരെ കൃത്യമായ രീതിയിൽ അത് പറയുക എന്ന് പറയുന്ന സമയത്ത് US വരെ അംഗീകരിക്കപ്പെട്ടതാണ് ഈ റെസൊല്യൂഷൻ.
ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ലോകത്താകമാനമുള്ള രാജ്യത്തിൽ 90% രാഷ്ട്രങ്ങളും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യമായിട്ട് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരിൽ 90% എന്ന് പറയുന്ന സമയത്ത് 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഏകദേശം 700 കോടിയിലധികം ജനങ്ങളും അംഗീകരിച്ചു എന്ന് ചുരുക്കം. എന്താ ഇവിടെ പ്ലാനിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഗാസ ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ അതോറിറ്റി എന്ന് പറയുന്ന പേരിലാണ് ഇതിവിടെ പ്രവർത്തിക്കേണ്ടത്. ഒരു അന്താരാഷ്ട്ര സേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് GITA 6 മാസം മുതൽ 5 വർഷം വരെ ആദ്യഘട്ടത്തിൽ ഇവർ ഭരണം നടത്തും. അതിനുശേഷം അതിൻ്റെ രാജ്യത്തിലെ അവസ്ഥകളും സാഹചര്യങ്ങളും, അതായത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും രീതികളും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും അത് പരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഭരണ സംവിധാനത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഒരു അവലോകന ഒരു സമിതിയെ നിയമിക്കും. അതിൽ അറബ് രാജ്യങ്ങളെ പ്രതിനിധികളെ അംഗത്ത് ആക്കും. അന്താരാഷ്ട്ര ശക്തി സംയുക്ത സേന എന്ന് പറയുന്ന സേനയാണ് അതിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത്. മൾട്ടി നാഷണൽ സ്റ്റാബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സേന അതിൽ പ്രവർത്തിക്കും. ആ സേനയിൽ അറബ് രാജ്യങ്ങൾക്ക് അംഗത്വമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള പരാമർശം ഇതിൽ കാണുന്നില്ല. 25 അംഗ സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയിട്ട് ഭരണ സംവിധാനങ്ങൾ തിരിക്കുക അല്ലെങ്കിൽ ഭരണം നടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അധികാരം അഡ്മിനിസ്ട്രേഷൻ അധികാര പരിധിയുള്ള അധികാരമുള്ള ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിലേക്ക് വന്നു ചേരും. അപ്പോൾ ഏത് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാലും തീരുമാനമെടുക്കേണ്ടത് ആരായിരിക്കും? ടോണി ബ്ലെയർ ആയിരിക്കും. 25 അഭിപ്രായങ്ങളൊക്കെ പറയാം. ഒരു ഗവർണർക്കുള്ള പൂർണ്ണമായിരിക്കുന്ന അധികാരം എന്ന് പറയാൻ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻഷ്യൽ അധികാരത്തിന് പവറായിരിക്കും ഗവർണറേറ്റ് അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീരുമാനമെടുക്കാൻ എത്ര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും തീരുമാനം ബ്രിട്ടൻ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണ്? തീരുമാനം ഇസ്രായേൽ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിൻ്റെ അപ്പുറം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ടോണി ബ്ലെയറിന് സാധിക്കുകയില്ല. അമേരിക്കയുടെ നിലപാടിന് അപ്പുറം പ്രവർത്തിക്കാൻ വേണ്ടി ടോണി ബ്ലെയറിന് സാധിക്കുകയില്ല. ടോണി ബ്ലെയർ അയാളുടെ കഴിവും കാര്യങ്ങളൊക്കെ ഈ ഇറാഖ് യുദ്ധവുമായിട്ട് തെളിയിച്ചതാണ്. വർഗീയത എങ്ങനെയാണ്, ജാതീയത എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്, ആരാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ പ്രതികരിക്കുന്നത്, അവിടെ കൈ വെട്ടിമുറിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിൻ്റെ തന്ത്രം മെനഞ്ഞ രാഷ്ട്രത്തലവന്മാരുടെ പേരിൽ യഥാർത്ഥത്തിൽ ടോണി ബ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഹമാസ് എങ്ങനെ കാണുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വന്നു. അവർ പറയുന്ന കാര്യം ഹമാസിന് ഭരണത്തിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് വരിക. ആയുധം വെച്ച് കീഴടങ്ങണം. അപ്പോൾ ഇവിടെ ആര് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തൊട്ട് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് മഹ്മൂദ് അബ്ബാസ് ഫലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ആയുധവും കൈവശത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്ര ഭരണാധികാരിയുടെ പേരാണ് മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, പ്രസിഡന്റുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, സംവിധാനങ്ങളുണ്ട്. പറയുമ്പോൾ അതിർത്ത് കാവൽക്കാർക്കൊക്കെ ആയിട്ട് അവിടെ സെക്യൂരിറ്റി ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കയ്യിലൊന്നും ആയുധങ്ങളില്ല. നമ്മുടെ രാജ്യത്തെ കടയുടെ തിണ്ണയിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാർക്കപ്പുറമായ രീതിയിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ സൈനികർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ മുമ്പിലാണ് ആയുധം വെച്ച് കീഴടങ്ങേണ്ടത് എന്നുള്ള പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. 2 തരത്തിലേക്ക് ഇതിനെ ഹമാസ് കാണുന്നുണ്ട്. ഒന്ന്, ഭരണ സംവിധാനത്തിൽ മാറി നിൽക്കുക. ഇപ്പോഴത്തെ സംഘർഷപരമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂര പ്രവർത്തികൾ ഇസ്രായേൽ ഗസക്കകത്ത് നടത്തുന്ന സമയത്ത് ബലം പിടിക്കുന്നതിനപ്പുറം ഒരു ഫലസ്തീനെങ്കിലും കൊല്ലപ്പെടാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ ഭരണ സംവിധാനത്തിന് മാറി നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് പിന്നീട് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 6 മുതൽ 5 വർഷത്തിനിടയിൽ അവിടെ തിരഞ്ഞെടുപ്പ്, ജനാധിപത്യ പ്രക്രിയ പ്രകാരം തിരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പിൽ ഹമാസിന് മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നുകിൽ ഹമാസിനെ പിരിച്ചുവിടും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്യും. അതിന് ബദലായ രീതിയിൽ പുതിയൊരു സംവിധാനത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അങ്ങനെ മത്സരിച്ചാലും യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്ന ഭരണ സംവിധാനം ഇവരുടെ കൈവശത്തിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ജനകീയ സ്വാധീനങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നീങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യത കിട്ടിയിട്ടില്ല. പക്ഷേ
ഇന്നിപ്പോൾ ഈ UN ഈ ചർച്ചയോടനുബന്ധിച്ച് വന്നിരിക്കുന്ന ഏറ്റവും വലിയ വൈത്തിരിവിൽ ഒന്ന്, അവിടെ താൽക്കാലികമായെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയോട് കൂടിയിട്ട് ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത് ചില അറബ് രാജ്യങ്ങളെല്ലാം അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. തുർക്കിയുടെയും സൗദിയുടെ പേര് പറയുന്നുണ്ട്. എന്നാൽ തുർക്കിയും സൗദിയും നിലവിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഏത് തരത്തിലാണ് ഇതിന് നീക്കുപോക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.